വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ജൂനിയർ ടൈം കീപ്പർ എക്സാമുകളുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരാൾ ജോലി സ്ഥലത്തേക്ക് സൈക്കിളിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു, പക്ഷെ 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്. വേഗത മണിക്കൂറിൽ 12 കിലോമീറ്ററായി വർദ്ധിപ്പിച്ച ശേഷം അയാൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? സൊല്യൂഷൻ: ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ ദൂരം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം ടി ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഡിസ്റ്റൻസ് D ഇസ് ഈക്വൽ ടു ടൈം ടി ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഇവിടെ ഡിനോമിനേറ്ററിൽ S1 മൈനസ് S2 വരാൻ കാരണം ഇത് സെയിം ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ S1 പ്ലസ് S2 വന്നേനെ. അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് D ഇസ് ഈക്വൽ ടു ടൈം T. ഇവിടെ എന്താണ്? 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്, 6 മിനിറ്റ് നേരത്തെയാണ്. അപ്പോൾ വൈകി നേരത്തെ, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ ആഡ് ചെയ്യണം. അപ്പോൾ 6 6 12 മിനിറ്റ്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റണം. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ 12/60 എന്ന് വരും. ടൈം T 12/60 ഇൻറ്റു S1 S2. അപ്പോൾ സ്പീഡ് S1 S2, S1 12, S2 10. ഇവിടെ നോക്കിക്കേ, ഒരാൾ ജോലി സ്ഥലത്തേക്ക് സൈക്കിളിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു, പക്ഷെ 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്. വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ വർദ്ധിപ്പിച്ച ശേഷം 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. അപ്പോൾ അവിടെ എന്താ? സെയിം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ S1 S2 12 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 12 മൈനസ് 10. സെയിം ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് 12 മൈനസ് 10 വന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പോയിട്ട് തിരിച്ചാണ് വരുന്നതെങ്കിൽ 12 പ്ലസ് 10 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് S1 മൈനസ് S2. അപ്പോൾ ഇവിടെ 12/60, 12 5 60. ഓക്കെ, അപ്പോൾ ഇവിടെ 5 2 10. അപ്പോൾ ഇതെന്ത് വരും? 12 2 24. 24/12 മൈനസ് 10 2. 24/2 12. 12 കിലോമീറ്റർ ആണ് ദൂരം. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം: രാഹുലിന് ഒരു ജോലി 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. സൂരജിന് അത് 12 5 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അതേസമയം ഗീതുവിന് അതേ ജോലി പൂർത്തിയാക്കാൻ 32 ദിവസം എടുക്കും. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, പക്ഷേ രാഹുൽ 4 ദിവസത്തിന് ശേഷം പോകുന്നു. ജോലി പൂർത്തിയാകുന്നതിന് 3 ദിവസം മുമ്പ് സൂരജ് അതിൽ നിന്ന് പുറത്തു കടക്കുന്നു. മുഴുവൻ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? സൊല്യൂഷൻ: ഇവിടെ തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ വെച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ജോലി പൂർത്തിയാക്കാൻ X ദിവസം എടുക്കുമെന്ന് വിചാരിക്കുക, X ഡേയ്സ്. അപ്പോൾ ഇവിടെ രാഹുലിന് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് രാഹുൽ തനിയെ ചെയ്യുവാണെങ്കിൽ 16 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഇവർ 3 പേരും കൂടിയാണ് ഈ ജോലി ചെയ്തു തീർക്കാൻ തുടങ്ങുന്നത്. അതുപോലെ ഈ രാഹുൽ 4 ദിവസത്തിന് ശേഷം പോകുക ചെയ്യുന്നത്. അപ്പം ഇവിടെ രാഹുലിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇവിടെ ഈ ജോലി ചെയ്യാൻ X ദിവസം വേണം. അപ്പോൾ രാഹുലിൻ്റെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് X മൈനസ് 4 ഡിവൈഡഡ് ബൈ 16 ആയിരിക്കും. അതായത് രാഹുലിന് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ 16 ദിവസം എടുക്കും. പക്ഷേ രാഹുൽ ഇവിടെ എന്താ, ഇവരുടെ കൂടെ 4 ദിവസം ജോലി ചെയ്തിട്ട് രാഹുൽ അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ രാഹുലിൻ്റെ ഇവിടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? X മൈനസ് 4 ഡിവൈഡ് ബൈ 16 ആണ്. അതുപോലെ സൂരജിന് ഈ ജോലി ചെയ്യാൻ 12 5 4 ദിവസം വേണം. 12 5 4, അതായത് 12 5 64 64/5. അതായത് 12.8 ദിവസമാണ് സൂരജിന് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഈ സൂരജ് ഇവർ 3 പേരും കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ സൂരജ് ജോലി പൂർത്തിയാകുന്നതിന് 3 ദിവസം മുമ്പ് പുറത്തു പോവുക. അപ്പം
സൂരജ് ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ആകെ ജോലി ഇവിടെ മൊത്തം ചെയ്യാൻ വേണ്ടത് എക്സ് ദിവസം. അപ്പോൾ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 12.8. അതുപോലെ ഗീതുവിന് ഈ ജോലി ചെയ്യാൻ 32 ദിവസം വേണം. അപ്പോൾ ഗീതു ഇവിടെ ചെയ്യുന്ന എന്താണ്? ഗീതു ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്, ഈ ജോലി ചെയ്യാൻ ഇവർ 3 പേരും കൂടെ ചെയ്യുമ്പോൾ എക്സ് ദിവസമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഗീതു ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് x/32 ആണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും ചെയ്യുന്ന ജോലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഇവർ 3 പേരും കൂടെ ചെയ്യുന്ന ജോലി, ഇവരിത് 3 പേരും കൂടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ x-4/16 പ്ലസ് x-3 ഡിവൈഡഡ് ബൈ 12.8 പ്ലസ് x/32. ഇതാണ് ഇവിടുത്തെ ജോലി, ഇവർ 3 പേരും കൂടെ ചെയ്യുന്നത്. അപ്പം ഈ ടോട്ടൽ വർക്ക് 1 എന്ന് എടുക്കുക. ഇത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 16, 12.8, 32 ഇതിൻ്റെ ലെസ്സാവ് കണ്ടുപിടിക്കണം. 16, 12.8, 32 ഇതിൻ്റെ ലെസ്സാകൂ. ഇവിടെ ഈ 12.8 ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഇതിനെ ഒന്ന് 10 കൊണ്ട് ഗുണിക്കുവാണ് എല്ലാ സംഖ്യേനെ. അപ്പം 160, 128 ഡെസിമൽ പോയിൻ്റ് ഒന്ന് മാറ്റാനായിട്ട് 320. ഇനി ഇതിൻ്റെ ലെസ്സാവ് കണ്ടുപിടിച്ചിട്ട് പിന്നെ വീണ്ടും 10 കൊണ്ട് ഹരിച്ചാൽ മതി, അതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ 160, 128, 320 ഇതിൻ്റെ ലെസ്സാകൂ 16 കൊണ്ട് 16, 10, 160, 16, 8, 128, 16, 20, 320. അപ്പോൾ ഇവിടെ ഇനി 4 കൊണ്ട് 10, 4, 2, 8, 4, 5, 20. ഇനി ഇവിടെ 5 കൊണ്ട് 5, 2, 10, 5, 1, 5. വീണ്ടും 2 കൊണ്ട് 2, 1, 2, 2, 1, 2, 1. അപ്പോൾ ഇവിടെ ലെസ്സാകു LCM 16 × 4 × 5 × 2 × 1 × 1 × 1. അപ്പോൾ ഇവിടെ 16, 4, 64, 64 അതിന് 10, 64 × 10 640 ഇവിടുത്തെ ലെസ്സാകു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് മാറ്റാനായിട്ട് 10 കൊണ്ട് ഗുണിച്ചായിരുന്നല്ലോ. അപ്പോൾ വീണ്ടും അത് 10 കൊണ്ട് ഹരിക്കുവാണേ. അപ്പോൾ ഇവിടെ 16, 12.8, 32 ഇതിൻ്റെ ലെസ്സാകു 64 എന്ന് വരും. 64 ലെസ്സാകു. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 64, ന്യൂമറേറ്ററിൽ വരുന്നത് എന്താണ്? ലെസ്സാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ? 64/16 4. അപ്പോൾ 4 × x-4 പ്ലസ് 64/12.8 5, 5 × x-3 പ്ലസ് 64/32 2, 2 × x 2x ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 4x - 16 പ്ലസ് 5x - 15 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 64 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 4x പ്ലസ് 5x പ്ലസ് 2x 4, 5, 9, 2 11, 11x -16 -15 -31. അപ്പോൾ 11x - 31 ഡിവൈഡഡ് ബൈ 64 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 11x - 31 ഈസ് ഈക്വൽ ടു 64. അപ്പോൾ 11x ഈസ് ഈക്വൽ ടു 64 + 31. 64 + 31 95. അപ്പോൾ ഇവിടെ 11x ഈസ് ഈക്വൽ ടു 95. അപ്പോൾ ദെർഫോർ x ഈസ് ഈക്വൽ ടു 95/11. അപ്പോൾ ഇത് 8 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ അപ്രോക്സിമേറ്റ് 9 ആണ് വരുന്നത്. 9 ആണ് വരുന്നത്. 95/11 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 9 വരും. അപ്പം 9 ഡേയ്സ് ആണ് ആൻസർ ഓപ്ഷൻ എ. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് പ്രോബ്ലം ആയിരുന്നു, എന്നാലും ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണിത്. ഡിഗ്രി ലെവൽ എക്സാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ 9 ഡേയ്സ്. ചോദ്യം: 80 ലിറ്റർ മിശ്രിതത്തിൽ ആസിഡും വെള്ളവും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ആവശ്യമുള്ള ആസിഡും വെള്ളവും തമ്മിലുള്ള അനുപാതം 2:3 മാറ്റിയാൽ
മിശ്രിതത്തിലേക്ക് എത്ര വെള്ളം ലിറ്ററിൽ ചേർക്കേണ്ടതുണ്ട്? സൊല്യൂഷൻ: 80 ലിറ്റർ മിശ്രിതത്തിൽ ആസിഡും വെള്ളവും തമ്മിലുള്ള അനുപാതം, ആസിഡും വാട്ടറും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇത് ആസിഡും വെള്ളവും 2:3 എന്ന അനുപാതത്തിലേക്ക് മാറ്റിയാൽ ഈ മിശ്രിതത്തിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 3:2 എന്ന അനുപാതത്തിലുള്ള ആസിഡും വെള്ളവും എത്ര ലിറ്റർ വീതം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പം ആസിഡ് ആകെ 80 ലിറ്ററാണുള്ളത്, ആസിഡും വെള്ളവും കൂടെ ആ മിശ്രിതം. അപ്പോൾ ഇവിടെ 3:2 എന്ന അനുപാതം എന്ന് പറയുമ്പോൾ ആസിഡ് വരുന്നത് 80 ഇൻറ്റു 3:2 ആകുമ്പോൾ 3 2 5, 5ൽ 3 ഭാഗം. അപ്പോൾ ഇത് 16 5 80, 16 3 48 ലിറ്റർ ആസിഡുണ്ട്. ഇനി ഇവിടെയുള്ള വെള്ളത്തിൻ്റെ അളവ്, ഈ 3:2 എന്ന അനുപാതത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് 80 ഇൻറ്റു 5ൽ 2 ഭാഗം 32 ലിറ്റർ. ഇനി ഇത് 2:3 എന്ന അനുപാതത്തിലേക്ക് മാറ്റിയാലുള്ള ആസിഡിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ആസിഡ് ആണെങ്കിൽ എന്ത് വരും? ആസിഡ് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 5ൽ 2 ഭാഗം 32 ലിറ്ററാണ്. വെള്ളം, വാട്ടർ 80 ഇൻറ്റു 5ൽ 3, 48 ലിറ്റർ. അപ്പോൾ ഇവിടെ 3:2 എന്നുള്ള അനുപാതത്തിലുള്ള ആസിഡും വെള്ളവും കിട്ടി. അതുപോലെ 2:3 എന്ന അനുപാതത്തിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ആസിഡും വെള്ളവും എത്ര ലിറ്റർ വീതമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം എത്രയാണ്? 48 ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു. വെള്ളം എത്രയാണ്? 32. ഇതിൻ്റെ കൂടെ എത്ര ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്തു? അതിനെ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്തപ്പോൾ ഇതെന്തായി? 32/48 ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും ആഡ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ അളവ്. ഓക്കെ. അപ്പോൾ ഇവിടെ LHSലെ RHSലെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ എന്താണ്? 8 കൊണ്ട് 8 6 48, 8 4 32, പിന്നെ 4 48 കൂടെ വെട്ടാം, 4 12 48. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 ഇൻറ്റു 12, 6 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 32 പ്ലസ് എക്സ് ഇൻറ്റു 1. അത് തന്നെ 32 പ്ലസ് എക്സ് ഇൻറ്റു 1, 32 പ്ലസ് എക്സ് തന്നെ. അപ്പോൾ ഇവിടെ എന്തായി? 12 6 72. 72 ഈസ് ഈക്വൽ ടു 32 പ്ലസ് എക്സ്. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 72 മൈനസ് 32 ഈസ് ഈക്വൽ ടു 40. 40 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. കൂടാതെ 2 അക്കങ്ങളുടെ ആകെത്തുക 8 ആണ്. ഈ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലം എന്താണ്? സൊല്യൂഷൻ: ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. അതായത് ഒരു രണ്ടക്ക സംഖ്യ, അതിലെ അക്കങ്ങൾ എയും ബിയും ആയിട്ട് എടുക്കാം. ഈ അക്കങ്ങൾ പരസ്പരം മാറ്റി, അപ്പോൾ എന്ത് വരും? ബി എ എന്നായി. അപ്പോൾ ഇവിടെ ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 18. അതായത് ഈ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു 18. കൂടാതെ 2 അക്കങ്ങളുടെ ആകെത്തുക 8 ആണ്. അതായത് അക്കങ്ങളുടെ ആകെത്തുക ബി പ്ലസ് എ 8 ആണ്.
എങ്കിൽ ഈ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം അക്കങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലെ അക്കങ്ങളുടെ ഗുണനഫലം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബിയും എയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ബി, ഈ ഒരു ഫോമിലാണെങ്കിൽ ഇവിടുത്തെ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ആയിരിക്കും, വൈ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ബി ആയാൽ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2, വൈ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ 2. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബി മൈനസ് എയും ബി പ്ലസ് എയുമാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫോമില, എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബി എന്ത് വരും? 18 പ്ലസ് 8 ബൈ 2 ആയിരിക്കും. അപ്പോൾ 26 ബൈ 2 13. അടുത്ത ഇനി എ ആണെങ്കിലോ 18 മൈനസ് 8 ബൈ 2 10 ബൈ 2 5 വരും. അപ്പോൾ ഇവിടെ ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ എയും ബിയും 5ഉം 13ഉം നിന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ ഏതൊക്കെ വരും? 13 എന്ന് പറയുമ്പോൾ 1, 3 പിന്നെ 5 അല്ലേ? പിന്നെ 13-നകത്ത് 1ഉം 3ഉം അക്കങ്ങളുണ്ട്, പിന്നെ ഈ 5ഉം കൂടെ ഉണ്ട്. അപ്പം ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 3 ഇൻറ്റു 5 15. 15ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 315 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ദണ്ടിൽ നിന്ന് എത്ര 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ ലഭിക്കും? സൊല്യൂഷൻ: 315 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ദണ്ട്, അതിൽ നിന്ന് 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ ലഭിക്കും? എന്താണ്? 315 ബൈ 12.6 ആയിരിക്കും. അപ്പം 315 ഡിവൈഡഡ് ബൈ 12.6. ഇതിൻ്റെ ഡെസിമൽ ഒന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ 315 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 12.6 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ ഇത് 3150 ഡിവൈഡഡ് ബൈ 126. അപ്പോൾ ഇവിടെ 3150 ഡിവൈഡഡ് ബൈ 126. ഇവിടെ 315-ൽ 126 2 പ്രാവശ്യം അടങ്ങും. 126 2 252. 315 മൈനസ് 252 2 3 5 25 6 31 63 വരും. 63-ൽ 126 അടങ്ങത്തില്ല, അതുകൊണ്ട് ഈ 0 ഇങ്ങോട്ട് എഴുതി. 630. 630-ൽ 126 5 പ്രാവശ്യം അടങ്ങും. 6 5 30 0 ശിഷ്ടം 3 12 5 60 3 63. അപ്പോൾ ഇവിടെ 25 കഷ്ണങ്ങളാണ് ലഭിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ 3:20 മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ചേർന്നുണ്ടാകുന്ന കോൺ എത്രയാണ്? സൊല്യൂഷൻ: കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h മൈനസ് 11/2 m. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 30h മൈനസ് 11/2 m. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സമയം 3:20. അപ്പോൾ ഇവിടുത്തെ എച്ച് മണിക്കൂറാണ്, എച്ച് 3, എം മിനിറ്റ് ആണ്, എം 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 ഇൻറ്റു 3 മൈനസ് 11/2 ഇൻറ്റു എം 20. അപ്പോൾ 2 10 20. ഓക്കെ. അപ്പോൾ ഇവിടെ 30 ഇൻറ്റു 3 90 മൈനസ് 11 ഇൻറ്റു 10 110. അപ്പം 110-ഉം 90-ഉം തമ്മിലുള്ള ഡിഫറൻസ് 20.
20 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ ബി. ഈ കോണളവൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നെഗറ്റീവോ പോസിറ്റീവോ നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 90 മൈനസ് 110 എന്നുള്ളത് മൈനസ് 20 ഡിഗ്രി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കോണളവ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ നെഗറ്റീവ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം 20 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം 3/65 ഇൻറ്റു 9/92 ഇൻറ്റു 7/81 യൂണിറ്റ് അക്കം എന്താണ്? സൊല്യൂഷൻ. യൂണിറ്റ് അക്കം അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3/65 ഇൻറ്റു 9/92 ഇൻറ്റു 7/81. അപ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കുണ്ട്. ട്രിക്ക് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സംഖ്യയിലെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആയിരിക്കും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ പവർ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആയിരിക്കും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ടത്. ഇനി ഒരു സംഖ്യയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആ സംഖ്യയുടെ പവറിനെ 4 കൊണ്ട് ഹരിക്കുക. അപ്പം കിട്ടുന്ന ശിഷ്ടം അത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തിന് പവറായിട്ട് കൊടുത്ത് അതങ്ങ് സോൾവ് ചെയ്യുക. അപ്പം അവിടെ കിട്ടുന്ന ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആയിരിക്കും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആ പവറിനെ 4 കൊണ്ട് ഹരിക്കുക. അന്നേരം കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന് പവറായിട്ട് കൊടുത്ത് അതങ്ങ് സോൾവ് ചെയ്യുക. അപ്പം കിട്ടുന്ന ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആയിരിക്കും ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 3/65. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ. ഇതിൻ്റെ പവർ നോക്കിക്കുക. 65 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 65നെ 4 കൊണ്ട് ഹരിക്കണം. പവറിനെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം എത്രയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ശിഷ്ടം 1 വരുന്നത്. അത് ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തിന് പവറായിട്ട് കൊടുത്ത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. 3ന് പവറായിട്ട് ഈ ശിഷ്ടം കൊടുക്കണം 1. അപ്പോൾ 3/1 3. അപ്പോൾ ഈ 3/65ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 3. ഇനി 9/92. ഇതിൻ്റെ പവർ നോക്കിക്കേ. 92. 92 4ൻ്റെ മൾട്ടിപ്പിളാണ്. 23 ഇൻറ്റു 4 92. അപ്പോൾ 92 4ൻ്റെ മൾട്ടിപ്പിളാണ്. പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിനെ 4 പ്രാവശ്യം ഗുണിക്കണം. അപ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആയിരിക്കും ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9. 9നെ 4 പ്രാവശ്യം ഗുണിക്കുക. അപ്പം ഇവിടെ 9 9 81 ഇൻറ്റു 81. അപ്പോൾ 1 ഇൻറ്റു 1 81 ഇൻറ്റു 81 ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്നാണ്? ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 1. അപ്പോൾ ഈ 9/92ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 1. ഇനി 7/81. പവർ നോക്കിക്കേ. 81 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ പവറിനെ 4 കൊണ്ട് ഹരിച്ചു. ശിഷ്ടം എന്താണ്? 1. അത് ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തിന് പവറായിട്ട് കൊടുക്കണം. എന്നിട്ട് അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ? 7/1. അപ്പോൾ 7/1 എന്താണ്? 7.
അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന 7/81 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം എന്താണ്? 7 ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ 3/65 ഇൻറ്റു 9/92 ഇൻറ്റു 7/81 എന്ത് വരും? 3 ഇൻറ്റു 1 ഇൻറ്റു 7. അപ്പോൾ ഇത് 3 1 3 3 7 21. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം 1. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം: ഒരാൾ ഒരു നിശ്ചിത ദൂരം മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിൽ നടന്ന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചെത്തുന്നു. മടക്കയാത്രയ്ക്ക് ആകെ എടുക്കുന്ന സമയം 3.5 മണിക്കൂറാണെങ്കിൽ അയാൾ നടന്ന ആകെ ദൂരം എത്ര? സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു നിശ്ചിത ദൂരം മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിൽ നടന്ന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചെത്തുന്നു. മടക്കയാത്രയ്ക്ക് ആകെ എടുക്കുന്ന സമയം 3.5 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ നടന്ന ആകെ ദൂരം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് D is equal to 2 into T, ടോട്ടൽ ടൈം T into S1 S2 divided by S1 plus S2. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് D is equal to 2 into T into S1 S2 divided by S1 plus S2. D ആകെ ദൂരം, T ആകെ സമയം, S1 S2 തന്നിരിക്കുന്ന സ്പീഡുകൾ. അപ്പോൾ ഇവിടെ ആകെ സമയം T 3.5 മണിക്കൂർ, S1 S2 S1 8 കിലോമീറ്റർ പെർ അവർ, S2 6 കിലോമീറ്റർ പെർ അവർ. പിന്നെ ഇവിടെ ഈ ഫോർമുലയിൽ S1 പ്ലസ് S2 വന്നിരിക്കുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നു, അതുകൊണ്ടാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് പ്ലസ് വന്നത് കേട്ടോ. S1 പ്ലസ് S2. ഇനി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ S1 മൈനസ് S2 ആയിരിക്കും വരുന്നത് കേട്ടോ. അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ഈ ഫോർമുലയിൽ S1 പ്ലസ് S2 വന്നിരിക്കുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ S1 മൈനസ് S2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് D is equal to 2 into 3.5 into 8 into 6 divided by 8 6 14. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് മാറ്റാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കാം. 2 ഇൻറ്റു 3.5 ഇൻറ്റു 10 ഇൻറ്റു 8 6 48 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് ഗുണിക്കാം. 14 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 35 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 140. അപ്പോൾ ഇവിടെ 2 70 140 35 270 48/2 24. അപ്പോൾ ഇവിടെ അയാൾ നടന്ന ആകെ ദൂരം 24 കിലോമീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ ബി, 24 കിലോമീറ്റർ. ചോദ്യം: ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിൽ വീതി നീളത്തിൻ്റെ 1/3 വരും. പ്ലോട്ടിൻ്റെ ചുറ്റളവ് 320 മീറ്റർ ആണെങ്കിൽ പ്ലോട്ടിൻ്റെ നീളം എത്ര? സൊല്യൂഷൻ. ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട്, അപ്പം അത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. വീതി നീളത്തിൻ്റെ 1/3 വരും. അതായത് നീളം ലെങ്ത് എ ആണെങ്കിൽ വീതി ബ്രെഡ്ത്ത് നീളത്തിൻ്റെ 1/3, അതായത് 1/3 A ആയിരിക്കും. ലെങ്ത് എ ആണെങ്കിൽ ബ്രെഡ്ത്ത് 1/3 A ആയിരിക്കും. പ്ലോട്ടിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ പി 320 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലോട്ടിൻ്റെ നീളം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ലെങ്ത് എ
ബ്രെഡ്ത്ത് 1/3 A. പെരിമീറ്റർ പി 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു A പ്ലസ് 1/3 A അത് ഈസ് ഈക്വൽ ടു 320. ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എ ആയിരിക്കും ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ടും 320 കൂടെ വെട്ടാം, 160 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എ പ്ലസ് 1/3 A ഈസ് ഈക്വൽ ടു 160. അപ്പോൾ എ പ്ലസ് 1/3 A 4A/3 160 ആണ്. 4ഉം 160 കൂടെ വെട്ടാം 40. അപ്പോൾ ഇവിടെ A/3 40 ആണ്. അപ്പം എ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 120. 120 മീറ്ററാണ് ആൻസർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 മാർച്ച് 15 വെള്ളിയാഴ്ച ആണെങ്കിൽ 2022 ഏപ്രിൽ 2 എന്തായിരിക്കും? സൊല്യൂഷൻ, 2019 മാർച്ച് 15 വെള്ളിയാഴ്ച ആണെങ്കിൽ 2022 ഏപ്രിൽ 2 എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ദിവസം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ഓഡ് ഡേയ്സ് കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പോൾ ആദ്യം ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് ഒരു സാധാരണ വർഷം, ഒരു നോർമൽ ഇയറിൽ 1 ആയിരിക്കും. ഒരു ലീപ്പ് ഇയറിൽ അതിവർഷത്തിൽ ഓഡ് ഡേയ്സ് 2 ആയിരിക്കും. ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഒരു സാധാരണ വർഷത്തിൽ നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേയ്സും ഒരു അതിവർഷം ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സും ആയിരിക്കും. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന ദിവസത്തിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ഓഡ് ഡേയ്സ്. അപ്പം നിങ്ങളത് 365/7 366/7 അങ്ങനെ കണ്ടുപിടിക്കേണ്ട, ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാം. ഈ 2019 മാർച്ച് 15 മുതൽ 2022 മാർച്ച് 15 വരെ ആ ഒരു വർഷത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വരും. അതായത് 2019 മാർച്ച് 15 തൊട്ട് 2022 മാർച്ച് 15 വരെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ ഇതിനിടയിൽ വരുന്ന അതിവർഷങ്ങളുടെ എണ്ണം ഒരു അതിവർഷമാണ് ഉള്ളത്. 2019, 2020, 2021, 2022. അപ്പോൾ ഇവിടെ ഒരു അതിവർഷമാണ് ഉള്ളത്. അപ്പം 3 + 1 4. പിന്നെ ഇവിടെ 2022 ഏപ്രിൽ 2 ഏത് ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2022 മാർച്ച് 15 കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കുക. അതായത് മാർച്ചിൽ 31 ദിവസമാണല്ലോ ഉള്ളത്. അപ്പം മാർച്ച് 15 കഴിഞ്ഞാൽ പിന്നെ 16 ദിവസം വരും. 16 ദിവസം വരും. 2022 മാർച്ച് 15 കഴിഞ്ഞാൽ മാർച്ചിൽ പിന്നെ 16 ദിവസമുണ്ട്, ഏപ്രിൽ 2 ദിവസമുണ്ട്. അപ്പോൾ 16ഉം 2ഉം 18. അപ്പോൾ ഇവിടെ 4 + 18 22. ഓക്കെ, അപ്പോൾ ഈ 22നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്താണ്? 22/7 ശിഷ്ടം 1. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1 ആണ്. അത് ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അതായത് ഫ്രൈഡേ + 1 സാറ്റർഡേ ആണ് ആൻസർ, ഓപ്ഷൻ സി, ശനിയാഴ്ച. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്,
അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്